പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി ഐശ്വര്യ ലക്ഷ്മി. ശരീരം വളരെയധികം മെലിഞ്ഞതായതുകൊണ്ട് തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് പ്രേക്ഷകരെപ്പോഴും ഐശ്വര്യലക്ഷ്മിയോട് പറയാറുള്ളത്. അതിന് തന്നെ അടിസ്ഥാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ താരം പങ്കുവെക്കുന്നത്. താരത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മോശമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഐശ്വര്യലക്ഷ്മി ഇപ്പോൾ വാർത്ത പങ്കുവെക്കുന്നത്. പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാവുകയാണ് ഐശ്വര്യയുടെ വാർത്ത. ആദ്യ ദിവസം മുതൽ തന്നെ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല. അത്രമാത്രം വേദനയിലൂടെയായിരുന്നു ഐശ്വര്യലക്ഷ്മി കടന്നുപോയതെന്ന് പറയുന്നു. എല്ലാ ദിവസവും കരയുമായിരുന്നു. കരയുന്ന സമയത്തൊക്കെ ചിത്രം എടുത്തു വയ്ക്കും. പിന്നീട് ഗാലറി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ ദിവസവും കരയുന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന്. ഐശ്വര്യയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പോലും എന്താണ് അസുഖമെന്ന് എല്ലാവരും ചിന്തിക്കും. വളരെയധികം എക്സ്ട്രീമായിട്ടുള്ള മൈഗ്രെയിനാണ് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യലക്ഷ്മിക്ക്. കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത വേദന. ആരെങ്കിലും ഉച്ചത്തിൽ ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും സ്പീക്കർ ഒന്ന് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യലക്ഷ്മിക്ക് ആകെ താളം തെറ്റും. ആ ഒരു രീതിയിലേക്ക് പോകും. പൊട്ടിക്കരയും, ദേഷ്യം വരും. അങ്ങനെയാണ് ഐശ്വര്യലക്ഷ്മി എന്ന നടിക്കുള്ള ഈ അസുഖത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക. കരയുന്നൊരു ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കരയുന്ന സമയത്ത് എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ എപ്പോൾ കരഞ്ഞുവെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് വല്ലാത്ത മൈഗ്രെയിൻ ഉണ്ട്. ഈ വർഷം ന്യൂ ഇയർ ദിവസം ഞാൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിൽ പോയി. പക്ഷെ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം 1-ാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് തലേ ദിവസം പാർട്ടി ചെയ്തതുകൂടി പോയതുകൊണ്ടാണ് അസുഖം വഷളായതെന്നുള്ള ചിന്ത എല്ലാവർക്കും വരും. ഹൗസ് സർജൻസി ചെയ്തിരുന്ന സമയത്ത് തന്നെ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ 1-ാം തീയതി ഞാനും ആശുപത്രിയിൽ പോയാൽ അവിടെയുള്ള ഡോക്ടേഴ്സും ഇങ്ങനെ വിചാരിക്കുമെന്നുള്ള ചിന്തയാണ്. എന്തിനാണ് വന്നതെന്ന് ആരും അറിയില്ല. പക്ഷെ ഓരോ കഥകളുണ്ടാക്കും. മൈഗ്രെയിൻ സഹിക്കവ്യാധിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന കഥ മറ്റു ചിലതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പേടി. താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവർ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു. ഒരു പരിപാടിയും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്. ലൗഡ് സ്പീക്കർ സൗണ്ട് ട്രിഗറായി എനിക്ക് മൈഗ്രെയിൻ വന്നു. പണ്ട് മുതൽ മൈഗ്രെയിൻ ഉള്ളതാണ്. 2023 കൂടിയിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലൗഡ് സ്പീക്കർ അവിടെയും ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വന്നു. ഡിസംബർ 31 മൈഗ്രെയിൻ വന്നു തുടങ്ങിയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ പോകാൻ എന്നെ ഉപദേശിച്ചിരുന്നു. ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഞാൻ പോകാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ 1-ാം തീയതി കൂടി വൊമിറ്റിംഗ് അടക്കം എല്ലാം ഉണ്ടായി. അവസാനം ആശുപത്രിയിൽ പോയി. അവിടെ 8 മണിക്കൂറോളം കിടന്നു. അവിടെ അപ്പോഴാണ് ഒരു പരിച്ച കുട്ടി കാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു. അവളെടുത്ത ഫോട്ടോയാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തത്. സ്ട്രെസ്, പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാമാണ് മൈഗ്രെയിനിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട്. ശരീരം നന്നായി സൂക്ഷിക്കണം, ആരോഗ്യം സൂക്ഷിക്കണമെന്ന് പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള നിരവധി പേർ സ്നേഹിക്കുന്നവർ തന്നോട് പറയാറുണ്ട്. താൻ അതൊക്കെ സൂക്ഷിച്ചാലും ഏതെങ്കിലും തരത്തിൽ വന്നു പെട്ടുപോകുന്ന ഒരു കാര്യമാണ് മൈഗ്രെയിൻ. അത് വന്നുപോയി കഴിഞ്ഞാൽ ഇത്രയും അധികം പ്രയാസവും സ്ട്രെസ്സും വേദനയും ഒക്കെ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.